5 സെന്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ സഹിതം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു 3 BHK ബാത്ത് അറ്റാച്ച്ഡ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം 1.25 കിലോമീറ്റർ ദൂരത്തിലായി പോഞ്ഞാശ്ശേരിയിലാണ്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ ഭംഗിയുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ 2 ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. 2018-19 കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വീടിന്റെ മുൻഭാഗത്തായി ഏകദേശം 4 മീറ്ററോളം വീതി വരുന്ന ടൈൽ വിരിക്കുവാനിരിക്കുന്ന പഞ്ചായത്ത് റോഡാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ റോഡിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് മനോഹരമായിട്ടുള്ള ഇന്റർലോക്ക് കട്ടകൾ പാകി ഇനി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിക്കുവാനിരിക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ്. 2 കാറുകൾ ഒരേ സമയം പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിനുള്ള സ്ഥാനം നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് ഉദ്ദേശം 1.25 കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിലേക്ക് 4.5 കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 7 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 18 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 21 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത്. മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. വീടിന് മുൻഭാഗത്തായി മനോഹരമായിട്ടുള്ള ടൈലുകളും ഗ്രാനൈറ്റും പാകിയ വിശാലമായിട്ടൊരു സിറ്റ് ഔട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. 4-5 ചെയറുകൾ ഒരേ സമയം ഇട്ടിരിക്കുവാനുള്ള ലെങ്തി ഡിസൈനിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ സിറ്റ് ഔട്ടിൽ കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇരട്ടപ്പാളിയിൽ തീർത്ത മനോഹരമായിട്ടൊരു മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഈ മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. ഫുൾ ലെങ്തിലുള്ള 2-ലധികം ജനാലകളാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയുക. മനോഹരമായിട്ടുള്ള ടൈലുകളാണ് വീട്ടിൽ എമ്പാടും പാകിയിരിക്കുന്നത്. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ വീടിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് കാണുവാനായി കഴിയും. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായിട്ടുള്ള സെപ്പറേഷനുകൾ കടന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. 15ഓളം പേർക്ക് വരെയിട്ടിരുന്ന സുഖമായി ഭക്ഷണം കഴിക്കാനാകുന്ന വിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഡൈനിങ് ഏരിയ സ്പേസിലും നമുക്ക് കാണുവാനായി കഴിയും. ഡൈനിങ് ഏരിയ സ്പേസിന്റെ എൻ്റർ ചെയ്യുന്ന ഭാഗത്തായിട്ടാണ് വീടിന്റെ വിശാലമായിട്ടുള്ള മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ ഭാഗത്തിനോട് ഓപ്പോസിറ്റായി കോർണർ ഭാഗത്തായി മനോഹരമായിട്ടുള്ള മൊറോക്കൻ ടൈലുകൾ പതിപ്പിച്ച വാഷ് കൗണ്ടറും നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. സെറ ബ്രാൻഡാണ് ഈ വീട്ടിൽ സാനിറ്ററി ബ്രാൻഡുകൾക്കായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ വിശാലമായിട്ടുള്ള കിച്ചൺ ഭാഗം ഒന്ന് പരിശോധിക്കാം. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിന്റെ കിച്ചൺ ക്രമീകരിച്ചിരിക്കുന്നത്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയുള്ള നിരവധി കബോർഡുകൾ നമുക്ക് കാണുവാനായി കഴിയും. റെഫ്രിജറേറ്റർ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗവും ഈ കിച്ചണിൽ നമുക്ക് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള നാനോ വൈറ്റോട് കൂടിയിട്ടുള്ള സ്ലാബുകളാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ നിർമ്മിക്ക
നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിലും ഭംഗിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും ടൈലുകളുമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കിച്ചൺ ഭാഗത്ത് നിന്ന് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള കിച്ചൺ വർക്ക് ഏരിയ ഭാഗത്തേക്കാണ്. ഈ വർക്ക് ഏരിയ ഭാഗവും കൂട്ടിച്ചേർത്താണ് 1650 സ്ക്വയർ ഫീറ്റ് ഈ വീടിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഷീറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തും ഭംഗിയാർന്നിട്ടുള്ള ടൈലുകൾ പാകിയ ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. പുകയില്ലാത്ത അടുപ്പ് സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചൺ വർക്ക് ഏരിയ സ്പേസിൽ നിന്ന് നമുക്കിനി വീടിന്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത്. ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നതും. 14 അടി നീളത്തിലും 12 അടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. മനോഹരമായിട്ടുള്ള കബോർഡുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ അശേഷം കുറവ് കാണിക്കാതെ നല്ല രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ ഓരോ ഭാഗവും ഒരുക്കി നൽകിയിരിക്കുന്നത്. നമുക്കിനി ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. ഏകദേശം 14 അടി നീളത്തിലും 12 അടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നമ്മളെ എതിരേൽക്കുന്നു. കോർണർ ഭാഗത്തായി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബ് തന്നെ നമുക്ക് കാണുവാനായി കഴിയും. ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമും നമുക്ക് ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നെല്ലാം വിട്ടുമാറി എന്നാൽ നഗരത്തിന്റെ എല്ലാവിധ സൗകര്യങ്ങളും കയ്യെത്തും ദൂരത്ത് ലഭിക്കുവാൻ സൗകര്യമൊരുക്കിയിരിക്കുന്ന ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. സ്റ്റെയറിൽ മനോഹരമായിട്ടുള്ള വുഡൻ ഫിനിഷിലുള്ള ടൈലുകൾ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കൈവരികൾക്കായി സ്ക്വയർ ട്യൂബും അതിനു മുകളിൽ വുഡൻ പാനലിംഗും നൽകപ്പെട്ടിരിക്കുന്നു. സ്റ്റെയറുകൾ കയറി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ഫ്ലോറിലെ 1ാമത്തേതും വീട്ടിലെ 3ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് സമാനമായ രീതിയിൽ 14 അടി നീളത്തിലും 12 അടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബേ വിൻഡോയും നൽകപ്പെട്ടിരിക്കുന്നു. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഒരു വാർഡ്രോബ് കാണുവാനായി കഴിയും. ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവസാന ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി നേരെ പ്രവേശിക്കേണ്ടത് വീടിന്റെ ബാൽക്കണി ഭാഗത്തേക്കും യൂട്ടിലിറ്റി ഭാഗത്തേക്കുമാണ്. അത്യാവശ്യമെങ്കിൽ 4ാമതൊരു ബെഡ്റൂം കൂടി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിലാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം. എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം 1.25 കിലോമീറ്റർ മാത്രം ദൂരത്തിലായി 5 സെന്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ സഹിതം 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 57 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളുമാണ്. ഈ വീട് പർച്ചേസ് ചെയ്യുന്നതിന് താങ്കൾക്ക് ബാങ്ക് ലോണിന്റെ ആവശ്യകതയുണ്ടെങ്കിൽ 90% ബാങ്ക് ലോൺ സൗകര്യവും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ്. വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക. മറ്റൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.